റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സൂര്യാഘാതം എന്നതാണ്. പൊതുവെ താപനില വളരെ ഉയർന്നു കാണുന്ന വേനൽക്കാലങ്ങളിൽ നിരന്തരം കേട്ടുവരുന്ന വാക്കാണ് സൂര്യാഘാതം. ശരീരം അന്തരീക്ഷത്തിലെ ഉയർന്ന താപനിലയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ശരീര ഊഷ്മാവ് വർദ്ധിക്കുന്നു. വർദ്ധിച്ച ഊഷ്മാവിനെ ശരീരം വിയർപ്പ് വഴി പുറന്തള്ളുന്നു. തുടർച്ചയായി വീണ്ടും ചൂട് അനുഭവപ്പെടുമ്പോൾ ശരീരത്തിന്റെ ജലാംശം കുറയുന്നതിനാൽ ശരീരത്തിന് സാധാരണ ഊഷ്മാവ് നിലനിർത്താൻ സാധിക്കാതെ വരുന്നു. അത് ജീവഹാനി വരെ സംഭവിക്കുന്നതിന് കാരണമാകുന്നു. ഈ സാഹചര്യമാണ് സൂര്യാഘാതം. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയമാണ് സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത കൂടുതൽ. മാർച്ച് 21 സൂര്യൻ ഭൂമധ്യരേഖയുടെ നേർമുകളിലായി വരുന്നു. ഈ ദിവസം സമരാത്രി ദിവസമായതുകൊണ്ട് തന്നെ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. സൂര്യന്റെ വടക്കോട്ടുള്ള സഞ്ചാരം അഥവാ ഉത്തരായനം ആരംഭിക്കുന്ന ഇനിയുള്ള നാളുകളിൽ സൂര്യന്റെ സ്ഥാനം നമ്മുടെ തലയ്ക്ക് നേർമുകളിലായിരിക്കും. അതിനാൽ നേരിട്ട് സൂര്യാഘാതം ഏൽക്കാതെ പരമാവധി സൂക്ഷിക്കണം. ഒരുപക്ഷെ സൂര്യാഘാതം അനുഭവപ്പെട്ടാൽ നാം അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നനഞ്ഞ തുണി പിഴിഞ്ഞ് ശരീരം തുടയ്ക്കുക, തണുത്ത വെള്ളം കുടിപ്പിക്കുക, ചുവന്ന ചർമ്മം, പൊള്ളലേറ്റ ഭാഗത്തെ വേദന, കുമിളകൾ, തളർച്ച, ചെറിയ തോതിലുള്ള തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ നാം എന്തെല്ലാം മുൻകരുതലുകളാണ് കൈക്കൊള്ളേണ്ടത്? ചൂട് കുറഞ്ഞ സമയം നോക്കി ജോലി ക്രമീകരണങ്ങൾ നടത്തുക. ശാരീരിക അധ്വാനമുള്ള പ്രവൃത്തികൾ ഉച്ചസമയത്ത് ചെയ്യാതിരിക്കുക. നിർജ്ജലീകരണത്തിന് കാരണമാവുന്ന മദ്യം, കഫീൻ മുതലായവ ഒഴിവാക്കുക. കട്ടി കുറഞ്ഞതും ഇളം നിറത്തിലുമുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. ധാരാളം വെള്ളം അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. ഇവയൊക്കെയാണ് നിർബന്ധമായും അനുവർത്തിക്കേണ്ട ശീലങ്ങൾ. ഓർക്കുക, ദുരന്തങ്ങളെ നേരിടുന്നതിന് മുന്നൊരുക്കമാണ് മികച്ച പ്രതിരോധം.